അഡ്വക്കേറ്റ് അസ്കർ, SFIയുടെ ഈ വിരട്ടലും ഗുണ്ടായുസവും കൊണ്ട് പിന്മാറാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറല്ല. അദ്ദേഹം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അദ്ദേഹത്തിന് എതിരെ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്ററുകൾ അദ്ദേഹം തന്നെ ഇറങ്ങി പൊട്ടിച്ചെറിഞ്ഞ് കളയുകയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ ക്യാമ്പസിൽ നിന്ന് വരുന്ന വാർത്ത. ഈ രീതിയിൽ തന്നെയല്ലേ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് അഡ്വക്കേറ്റ് അസ്കർ? എന്ത് തോന്നിയാസവും കാണിക്കാം. മുഖ്യമന്ത്രിയെ തടഞ്ഞാൽ ലാത്തി ചാർജ്, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ അവർ വലിയ നീളൻ വടിയുമായി ചാടിയിറങ്ങി പട്ടിയെ തല്ലുന്ന പോലെയല്ലേ തല്ലിയത്. എന്നിട്ട് ഗവർണറെ കൈകാര്യം ചെയ്താൽ ഗവർണറുടെ വഴി തടഞ്ഞു കഴിഞ്ഞാൽ അവരെ അനുനയിപ്പിച്ച് ആശ്വസിപ്പിച്ചു കൊണ്ടുപോവുക. ഇത് കേരളം തന്നെയാണോ അഡ്വക്കേറ്റ് അസ്കർ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് കേരളമാണ് എന്നുള്ളത്. ഇത് കേരളം തന്നെയാണോ? ആദരണീയനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന് മാനസിക നിലവാരത്തിൽ എന്തോ അബദ്ധമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിലയിരുത്തൽ. അദ്ദേഹത്തിന് മാനസിക മനോനിലയിൽ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിമർശിക്കുകയോ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചാലോ അദ്ദേഹത്തിനെതിരെ ബാനർ എഴുതി പിടിപ്പിച്ചാലോ വിദ്യാർത്ഥികളെ നിങ്ങൾ കരുതുന്നത് പോലെ തല്ലി ഒതുക്കണം എന്നാണ്. വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കാനുള്ള മനോനിലയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാവണ്ടേ? എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കേണ്ടി വന്നത്? ചാൻസലർക്കെതിരെയാണ്, ഗവർണർക്കെതിരെയല്ല സമരം. അദ്ദേഹം ചാൻസലർക്കെതിരെ നടത്തുന്ന സമരത്തിന് ഗവർണറുടെ പരിപ്രേക്ഷ്യങ്ങളും അടയാഭരണങ്ങളും അണിഞ്ഞ് ഗവർണറുടെ ഇമ്മ്യൂണിറ്റി എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കണമെന്നാണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ സ്വന്തം വിദ്യാർത്ഥികളെ, ചാൻസലർ എന്ന് പറഞ്ഞാൽ ആ സർവകലാശാലയുടെ ഏറ്റവും പരമോന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അല്ല, ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞ എന്താ, ബ്ലഡി ക്രിമിനൽസ്. ഇവർ ക്രിമിനൽസ് അല്ലാതെ പിന്നെ ആരാ? SFIയുടെ സംസ്ഥാന സെക്രട്ടറി, ഒരു മിനിറ്റ്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ, ഇവനെതിരെ എത്ര കേസുകളാണ്? വധശ്രമം ഉൾപ്പെടെ എത്ര ഗുരുതരമായിട്ടുള്ള കേസുകൾ. എത്ര കാലം അവൻ ജയിലിൽ കിടന്നു? ഈ വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തിനായി പോരാടിയതിനാണോ ഈ ആർഷോ എന്ന മഹാൻ അകത്ത് കിടന്നതാണോ? സഹപ്രവർത്തക, അതും AISFന്റെ വനിതാ സഖാവിനെ കൈകാര്യം ചെയ്തതിനാണ് അകത്ത് കിടന്നത്. അവരോട് മോശമായി പെരുമാറിയതിനാണ്. ഇവരെയൊക്കെ ബ്ലഡി ക്രിമിനൽസ് എന്നല്ലാതെ ഇവരെയൊക്കെ പരിശുദ്ധാത്മാക്കൾ എന്നാണോ വിളിച്ച് പറയേണ്ടത് ഗവർണർ? മാത്രമല്ല, ഇന്നിപ്പോൾ ആർഷോവിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ആർഷോ പറഞ്ഞിരിക്കുന്നത്, ഈ സർവകലാശാല രാജകൊട്ടാരമോ ഗവർണർ രാജാവോ അല്ല, ജീവൻ നഷ്ടമായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും, മട്ടൻ മന്തിയും കഴിച്ച് പാൻപരാഗും ചവച്ച് ആക്രോശിക്കുകയാണ് ഗവർണർ ചെയ്തതെന്ന്. ഇങ്ങനെയൊക്കെ ഭാഷ പ്രയോഗിക്കാമോ? സംസ്ഥാനത്തെ പ്രഥമ പൗരനല്ലേ ഗവർണർ? ഒരു മര്യാദ കൊടുക്കണ്ടേ? താങ്കൾ തന്നെ ഇപ്പോൾ ആദരണീയനായ ഗവർണർ എന്നല്ലേ പറഞ്ഞത്? ഒരു ലേശം മര്യാദ, 100% വേണ്ട, ഒരു 50% മര്യാദ ആ മനുഷ്യനോട്, വന്ധ്യവയോധികനോട് കാണിക്കണ്ടേ? ഞാൻ വ്യക്തിപരമായിട്ട് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗങ്ങളോട് ഒരു തരത്തിലും എനിക്ക് യോജിക്കാനാവില്ല. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ, വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയാകപ്പെടുന്നത് വിദ്യാർത്ഥി നേതാക്കന്മാർ സ്വയം. ഞാനും 35ഓളം കേസുകളിൽ പ്രതിയായിരുന്നു. 10-70 ദിവസം പല ഘട്ടങ്ങളിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. പോലീസിന്റെ കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ക്രിമിനലുകളാണ് എന്ന് അങ്ങ് വിലയിരുത്താൻ കഴിയുമെങ്കിൽ ആർഷോയും ക്രിമിനൽ തന്നെയാണ്. ആർഷോ ആ അർത്ഥത്തിൽ ക്രിമിനൽ ആണെങ്കിൽ ആർഷോയ്ക്കെതിരെ എടുക്കപ്പെട്ടുള്ള കേസുകളുടെ പശ്ചാത്തലം കൂടി പരിശോധിക്കൂ. നിങ്ങൾ പറയുന്നു AISFന്റെ വനിതാ നേതാവിനെ ആക്രമിച്ചതടക്കമുള്ള കേസുകളിൽ ആർഷോ പ്രതിയാണ്, ഒരു സംശയമില്ല. അതെല്ലാം കോടതി മുമ്പാകെ നിലനിൽക്കുന്ന കേസുകളാണ്. ആ കേസുകളുടെ വിധി വരട്ടെന്നേ. ആ കേസുകളുടെ വിധി വരുമ്പോൾ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് അതിനെ വിലയിരുത്താൻ. ആർഷോയെ പോലും ആർജവുമുള്ള ചങ്കൂറ്റമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? മനസ്സിലായി. ഗവർണർ ഇറങ്ങിയപ്പോൾ ഓടി പോയല്ലോ. ഇന്ന് എന്തായിരുന്നു? ഞായറാഴ്ച ആയതുകൊണ്ടാണോ അവധി പ്രഖ്യാപിച്ചത് സമരത്തിന്? സംഘപരിവാർ സംഘടനകൾ ആഗ്രഹിക്കുന്നത് പോലെ അവിടെ ഗവർണറെ തലതല്ലി പൊളിച്ച് കേരളത്തിന്റെ പരാജയമാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഗവർണറെ തൊടാൻ പാടില്ലെന്നേ. എന്റെ കൂടി ഗവർണറാണ്, കേരളത്തിന്റെ മുഴുവൻ ഗവർണറാണ്. ഗവർണർ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ടോ അദ്ദേഹത്തിന്റെ ചെയ്തികൾ കൊണ്ടോ അങ്ങനെ തരം താഴാൻ പാടില്ല. അദ്ദേഹം തരം താഴുകയാണെന്ന്. അഡ്വക്കേറ്റ് അസ്കർ, ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇവന്മാര് കാണിക്കുന്ന ഈ തെമ്മാടി കൂട്ടം ഉണ്ടല്ലോ, ഈ ക്രിമിനൽസ്, ബ്ലഡി ക്രിമിനൽസ്, അവർ കാണിക്കുന്നതിന് എങ്കിലും തെറ്റ് എന്ന് പറയാനുള്ള ഒരു മര്യാദ താങ്കളെങ്കിലും കാണിക്ക്.
അങ്ങനെയല്ല അവരുടെ ഒരിക്കലും ഭാഷാപ്രയോഗം ശരിയാണോ? ഗവർണറെ ഒരു സർവകലാശാല ക്യാമ്പസിലും കിടക്കാൻ അനുവദിക്കില്ല, കാൽകുത്താൻ അനുവദിക്കില്ല. അദ്ദേഹം ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങി. അവിടെ കാലുകുത്തിയെ മാത്രമല്ല, സുഖമായിട്ട് അദ്ദേഹം ഉറങ്ങി. ഇന്നും അവിടെ അന്തി ഉറങ്ങുകയാണ് അദ്ദേഹം. അത് കേരള പോലീസിന്റെ മിടുക്കാണെന്നേ. അതിന് കേരള പോലീസിനെ അഭിനന്ദിക്കേണ്ടത്. കേരള പോലീസ് രാഷ്ട്രീയം നോക്കാതെ ഗവർണറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി SFI പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു നീക്കി. നിങ്ങൾ അതുകൊണ്ട് SFIയുടെ സമരത്തിന്റെ കരുത്തും SFIയുടെ സമരത്തിന്റെ ഊർജവും നഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ കരുതേണ്ടത്. കേരളത്തിലെ 2 സർവകലാശാലകളിൽ സെനറ്റിലേക്ക് എടുക്കപ്പെടേണ്ട എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് RSS കാര്യാലയത്തിൽ നിന്ന് നൽകിയ പേരുകാരെ സെനറ്റിലേക്ക് തെരഞ്ഞെടുത്തതാണ് ഇവിടുത്തെ പ്രശ്നം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ പ്രശ്നത്തിലാണ് SFI സമരം നടത്തുന്നത്. ആ സമരത്തെയാണ് ചാൻസലർ കൂടിയായ ഗവർണർ പിൻവാതിലൂടെ എല്ലാവരും തള്ളിക്കയറ്റ ഒരു കുഴപ്പമില്ല. ചുവപ്പ് വൽക്കരിക്കുന്നതിലൊന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല. കാവ്യവൽക്കരിക്കുന്നത് മാത്രമാണ് പ്രശ്നം. നിങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ സർവകലാശാലയുടെ ചരിത്രം പരിശോധിക്കൂ. CPM ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന സെനറ്റ് അംഗങ്ങളെയാണോ തെരഞ്ഞെടുക്കുന്നത്? ജനാധിപത്യ രീതിയിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. നോമിനേറ്റ് ചെയ്യപ്പെടുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഉന്നതമായി ഡിഗ്രിയോ PGയോ തലത്തിൽ ഉന്നതമായി റാങ്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിയമപരമായി ചോദ്യം ചെയ്തോളൂ. നിങ്ങൾ കോടതിയിൽ പോകും, നിയമപരമായി ചോദ്യം ചെയ്യൂ. അല്ലാതെ ഗവർണറെ സർവകലാശാല ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇതെന്താ SFIക്കാരുടെ തറവാട്ട് വകയാണോ? അല്ലെ CPMന്റെ തറവാട്ട് വകയാണോ കേരളത്തിലെ ക്യാമ്പസുകൾ? കേരളത്തിലെ ക്യാമ്പസുകൾ വിദ്യാർത്ഥികളുടേതാണെന്ന്. കേരളത്തിലെ ക്യാമ്പസുകൾ ഗവർണറുടെ അല്ല. ഗവർണർ പറഞ്ഞില്ലല്ലോ. ഗവർണർ പറഞ്ഞോ ക്യാമ്പസുകൾ എന്റെയാണെന്ന് പറഞ്ഞോ? ഇവരല്ലേ പറഞ്ഞത്? അവിടെ ബാനർ ഉയർത്തിയത് SFIക്കാരല്ലേ?